ഹലോ ഗൈസ്, ഇത് ഞാൻ എൻ്റെ ജില്ലാ കലോത്സവത്തിന് സാധനങ്ങൾ വാങ്ങാൻ പോയ വീഡിയോ ആണ്. നല്ലതായിരുന്നു കലോത്സവം. അടുത്ത ദിവസം ഇപ്പോൾ കലോത്സവം കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് എ ഗ്രേഡ് ആയിരുന്നു. അപ്പീലൊക്കെ പോയിട്ടുണ്ട്. ജഡ്ജിമെൻറ്റ് പ്രോബ്ലം ആയിരുന്നു ഗൈസ്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ നടന്നാണ് പോയത്. ഞാനും അമ്മയും ഞാൻ പണിയ നൃത്തത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് കറുത്ത വള വേണം, പ്ലാസ്റ്റിക് തന്നെ വേണം. അപ്പം മിക്ക കടകളിലും അതില്ല. അപ്പം ഞങ്ങൾ ബാലരാമപുരത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുവാണ്. അപ്പോഴാണ് ഗൈസ് കണ്ടോ മഞ്ഞ്. ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ ട്രിവാൻഡ്രം ഫുള്ള് മറ്റേ ഫോഗാണെന്ന്. കണ്ടു ഗൈസ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോഗിൻ്റെ. ഓക്കെ, നമ്മളിങ്ങനെ വയലിൽ കൂടെയൊക്കെയാണ് നടന്ന് പോകുന്നത്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. ഞാനും അമ്മയും മാത്രമാണ് പോയത്. അങ്ങനെ മരച്ചിനി തോട്ടമൊക്കെ കണ്ട് നല്ല രസമാണ് ഗൈസ്. ഇതിൽ ഫോണിന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതൊക്കെ എടുത്ത് മഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഞാൻ തന്നെ അതിശയിച്ചു. നോർമലി പണ്ടൊക്കെ നമ്മൾ ഈ ബാലരാമപുരത്ത് രാവിലെ എണീക്കുമ്പോൾ മഞ്ഞുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് പിന്നെ ഇല്ലാതായി. ഇപ്പം വീണ്ടും വന്നു ഗൈസ്. കണ്ട് ഈ സൺഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അധികം കാണാറില്ല. ഭയങ്കര കാട് പോലെ വളരും. പക്ഷെ നല്ല ഭംഗിയില്ലേ ഈ പൂവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. അങ്ങനെ പൂവൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഈ ശിവനെയൊക്കെ കണ്ട് നടന്നു. കൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് മഞ്ഞാണ്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയി. അപ്പോൾ ഇല്ല. പിന്നെ നമ്മളെപ്പോഴും പോകുന്ന മൂക്കുത്തി എന്ന് പറയുന്നൊരു ഫാൻസി ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട് ഗൈസ്. നല്ല കളക്ഷൻസാണ്. ഞാൻ ഈ ക്ലിപ്പ് വാങ്ങി, ബണ്ണ് വാങ്ങി. ബാക്കി ഡാൻസിനാണ് വാങ്ങാൻ പോയെങ്കിലും ഇതൊക്കെ വാങ്ങി. എന്നിട്ട് പിന്നെ നിറയെ ജിമിക്കുണ്ട് ഗൈസ്. നല്ല രസമല്ലേ. നമ്മൾ കമ്മലൊന്നും വാങ്ങിയില്ല, പക്ഷെ നല്ല ഭംഗിയില്ലേ ഈ ജിമിക്ക് ഇങ്ങനെ കിടക്കുന്ന കാണാൻ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ വളയും യൂപ്പിനും സ്ലൈഡും വടയുമൊക്കെ വാങ്ങിയിട്ട് നേരെ മാവ് വാങ്ങാൻ പോയി ഫ്രൂട്ട്സ് കടയിൽ. അങ്ങനെ മാവൊക്കെ വാങ്ങിയിട്ട് ഓട്ടോയിലോട്ട് കയറി. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി.